ഹായ് ഓൾ, ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റൻ ആണ് മിസ് ചെയ്യാൻ പോകുന്നത്. കംപ്ലീറ്റ് ദ ഫോളോയിങ് അയണിക് ഇക്വേഷൻ. അപ്പം നമുക്കറിയാം KMnO4 ആരാണ്? ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അപ്പോൾ KMnO4 വെച്ചിട്ട് എന്ത് ചെയ്യും? അവൻ എന്ത് ചെയ്യും? അയഡൈഡിനെ അയഡിനാക്കി മാറ്റും. അപ്പം എല്ലാ ഇക്വേഷൻസും ബാലൻസ് ചെയ്ത് എഴുതിയാലാണ് നമുക്ക് എന്ത് കിട്ടുക? എക്സാമിന് ഫുൾ മാർക്ക് കിട്ടുക. അപ്പോൾ അയഡൈഡിനെ അയഡിനാക്കി മാറ്റും. അപ്പോൾ ഈ ഇക്വേഷൻ ഈസി ആയിട്ട് ബാലൻസ് ചെയ്യാനായിട്ടൊരു മിസ് ട്രിക്ക് പറഞ്ഞുതരാണ്. അയഡൈഡ് അയഡിനായിട്ട് മാറി അല്ലേ? അപ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു I- ആണ്, ഇവിടെ I2 ഉണ്ട് അല്ലേ? അപ്പോൾ ആറ്റംസിനെ ഞാൻ ബാലൻസ് ചെയ്തു 2 അല്ലേ? ഇവിടെ 2I, ഇവിടെ 2I. അപ്പോൾ കറക്റ്റായി. ഇനി നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം MnO4- എന്തായിട്ടാണ് മാറുന്നത്? MnO4- Mn2+ ആയിട്ടാണ് മാറുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഓക്സിഡേഷൻ നമ്പറിന്റെ ചേഞ്ച് നോക്കണം. ഇവിടെ എന്താണ്? 2 × -1 -2 ഉണ്ട്, ഇവിടെ 0 ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് 2 ആണ് അല്ലേ? -2 0 ആയി 2 ആണ് ചേഞ്ച്. ഇവിടെ നോക്കുക, Mnന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് +7 ആണ്. +7ൽ നിന്ന് +2 ആയി അല്ലേ? അപ്പോൾ 7 - 2 5 ആണ് ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ. ഇനിയാണ് നമ്മുടെ ട്രിക്ക് എന്ത് ചെയ്യുക? ഈ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഈ 5നെ നമ്മൾ ആർക്ക് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? ഈ 5നെ നമ്മൾ അയഡിനിൽ കൊണ്ടുപോയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2നെ Mnനും കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 5 × 2, അപ്പോൾ 10I- പ്ലസ് എന്ത് വരും? 10I- ഇവിടെ 5 × I2, അപ്പോൾ 5I2 എന്ന് വന്നു അല്ലേ? Mnന് എന്താ വരുന്നത്? 2 ആണ് ചേഞ്ച് വരുന്നത്. അപ്പം 2 MnO4- പിന്നെ എന്ത് വന്നു? ഇവിടെ 2 Mn2+ എന്ന് വന്നു. കഴിഞ്ഞോ? ഇല്ല. എവിടെയാണ് ഈ ചേഞ്ച് നടക്കുന്നത്? അസിഡിക് മീഡിയത്തിലാണ്. അപ്പം H+. Hനെ നമ്മൾ ബാലൻസ് ചെയ്യാൻ H2O കൊടുത്തു. ഇനി നമ്മൾ ഓക്സിജനെയും കൂടി ബാലൻസ് ചെയ്താൽ ബാലൻസ്ഡ് ഇക്വേഷൻ കിട്ടി. ഇവിടെ 2 × 4 8 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കുക? 8 എന്ന് കൊടുക്കുക. അപ്പോൾ 8 ഓക്സിജൻ ബാലൻസ്ഡ് ആയി. ഹൈഡ്രജൻ എങ്ങനെ വരും? 8 × 2 16. അപ്പം 16H+ കൊടുത്തു. ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതി. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ബാലൻസിങ് നമുക്ക് പഠിക്കാനുണ്ട്. അതേപോലെ KMnO4ന്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ നാളെ രാത്രി 7 മണിക്ക് പഠിക്കും. കംപ്ലീറ്റ് D&F പഠിക്കും. അപ്പോൾ എല്ലാവരും ഫ്രണ്ട്സിനെ ഒക്കെ കൂട്ടി വരാം.